നമസ്കാരം. അഗോര വിഷൻ ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. അഗോര വിഷൻ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതിനോടൊപ്പം തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ അമർത്തി ഓൾ എന്ന ഭാഗം സെലക്ട് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നിങ്ങളുടെ കമൻറ്റും ലൈക്കും തീർച്ചയായിട്ടും ഉണ്ടാവണം. ഇതെല്ലാം പറഞ്ഞുകൊണ്ട് നമ്മൾ വിഷുഫലത്തിൻ്റെ അടുത്ത അധ്യായത്തിലേക്ക് കടക്കുകയാണ്. കർക്കടം രാശിയിൽ വരുന്ന പുണർദം, പൂയം, ആയില്യം ഈ നക്ഷത്രങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ എപ്പിസോഡിൽ പറയുന്നത്. അപ്പോൾ പുണർദം നക്ഷത്രത്തിൻ്റെ ഈ വിഷുഫലത്തിൽ എങ്ങനെ ഈ നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ അനുഭവം വരുമെന്ന് നമുക്ക് നോക്കാം. പുണർദം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ വിഷുഫലം ശുഭദായകം തന്നെയാണ്. മുടങ്ങിവെച്ച അല്ലെങ്കിൽ മുടങ്ങിക്കിടക്കുന്ന പല പ്രശ്നങ്ങൾക്കും പല കാര്യസാധ്യങ്ങൾക്കും തുടർന്നു പോകാനുള്ള ഒരു ഭാഗ്യാനുഭവം ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ്. ഈ നക്ഷത്രക്കാര് ഏത് കാര്യത്തിന് ഇറങ്ങിത്തിരിച്ചാലും അത് നടക്കാനുള്ള സാധ്യത കൂടുതലാണ്. ജോലി അല്ലെങ്കിൽ ബിസിനസ്, IT മേഖലയൊക്കെ ജോലി ചെയ്യുന്നവർ, ഗവൺമെന്റ് തലത്തിൽ ജോലി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർ, ഇവർക്കൊക്കെ ഒരു പുതിയ ജോലി കിട്ടാൻ നിലവിലുള്ള ജോലി ചെയ്യുന്നവർക്ക് പ്രമോഷൻ വരാനും ഒക്കെ സാധ്യത കാണുന്നുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഗവൺമെന്റ് തലത്തിൽ ജോലി ചെയ്യുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ്. ചില അപവാദ പ്രശ്നങ്ങളും ആക്ഷേപങ്ങളും വന്ന് നിങ്ങളെ സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെടുത്താനും മാനം കെടുത്താനും ഉള്ള സാധ്യത ഈ നക്ഷത്രക്കാരെ കുറിച്ച് കൂടുതലാണ്. ജോലി സ്ഥലത്തൊക്കെ അപമാനം കേൾക്കേണ്ടതായിട്ട് വരിക. അപമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാനത്തിന് ക്ഷതം സംഭവിക്കുന്ന ഒന്നാണ്. അത് നിങ്ങളായാലും ഞാനായാലും അത് സഹിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങളൊക്കെ വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അത്തരം അവസരങ്ങളിൽ നമ്മൾ വളരെയധികം ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകേണ്ടതാണ്. ഡോക്ടർമാര്, നഴ്സുമാര് ഇവരൊക്കെ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം. ചില സർജറി പോലുള്ള ചില പ്രശ്നങ്ങളിലൊക്കെ ചീത്തപ്പേര് പോലത്തെ കാര്യങ്ങൾ കേൾക്കാനും അതുമായി ബന്ധപ്പെട്ട് അപവാദങ്ങൾ പറഞ്ഞു പരത്താനും ഒക്കെ സാധ്യത കാണുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ ഇത്തരക്കാര് വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുക. തീർച്ചയായിട്ടും നിങ്ങൾ ഇതിന് പരിഹാരം ചെയ്തു പോയാൽ ഈ ദുരനുഭവങ്ങളൊന്നും നിങ്ങൾക്കില്ലാതെ മല പോലെ വന്നത് മഞ്ഞ് പോലെ അലിഞ്ഞു പോകുന്നതായിരിക്കും. പരിഹാരം ചെയ്യേണ്ടത് ഭദ്രകാളി ക്ഷേത്രത്തിലാണ്. ഭദ്രകാളി ദേവിക്ക് കഠിന പായസം, 11 രക്തപുഷ്പാഞ്ജലി 11 ദിവസം തുടർച്ചയായി ചെയ്യുക. ശതദോഷം അകന്നു കിട്ടും. അതുപോലെ ഭാഗ്യമുട്ട്, ശത്രുമുട്ട് ഇങ്ങനെയുള്ള കർമ്മങ്ങൾ ചെയ്ത് ചെറിയ ചെലവിലുള്ള ഈ കർമ്മങ്ങൾ വലിയൊരു ഫലപ്രാപ്തി ലഭിക്കുന്നതായിരിക്കും. ആയിട്ട് പൂയം നക്ഷത്രമാണ്. പൂയം നക്ഷത്രക്കാരെ കുറിച്ച് ഈ വിഷുഫലം അത്ര സുഖമില്ലാത്തൊരവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. ഇവർക്ക് സർജറി പോലുള്ള വിഷയങ്ങൾ, ആശുപത്രിയുമായി ബന്ധപ്പെട്ട് ആശുപത്രി വാസം, കേസ് വഴക്കുകൾ, അതുപോലെ പോലീസ് സംബന്ധമായ കേസുകളും കോടതി വ്യവഹാര സംബന്ധമായ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നടക്കാൻ സാധ്യതയുള്ള സമയമാണ്. പൂയം നക്ഷത്രക്കാരെ കുറിച്ച് ദൈവാധീനമുള്ള നക്ഷത്രങ്ങളാണ്. എങ്കിലും ഈ വ്യാഴം മെയ് 14 ശേഷം
11-ലുള്ള വ്യാഴം 12-ലേക്ക് മാറാൻ പോവുകയാണ്. അങ്ങനെ വരുമ്പോൾ പൂയം നക്ഷത്രക്കാർക്കൊക്കെ കുറച്ച് മോശമായ അനുഭവങ്ങളാണ് മേടം 31-ന് ശേഷം ഉണ്ടാവാൻ സാധ്യത ഉള്ളത്. ഇതൊരു പൊതുഫലമാണ്. അത് കേട്ട് നിങ്ങളാരും ഭയപ്പെടേണ്ടതില്ല. ജാതകത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് പൂർണ്ണഫലം ലഭിക്കുക. അപ്പോൾ കൃഷി സംബന്ധമായ കാര്യങ്ങൾക്കൊക്കെ ഈ വിഷുഫലം വളരെ നല്ല അഭിപ്രായമാണ് പറയുന്നത്. ജോലി സംബന്ധമായിട്ടും വരുമാനം ലഭിക്കാനും വിറ്റുവരവ്, ആദായം, IT മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് സാമ്പത്തികമായ മെച്ചം കിട്ടാനും, ഗവൺമെന്റ് തലത്തിൽ ജോലി ചെയ്യുന്നവർക്കൊക്കെ പ്രമോഷൻ കിട്ടാനും, അതുപോലെ ശമ്പള വർധനവിനും, സാധാരണ പൊതുമേഖലാ സ്ഥാപനങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവർക്കും ഈ വിഷു നല്ലൊരു ഫലമായിരിക്കും. വരുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് കൈകാര്യം ചെയ്യേണ്ടതാണ്. ചെറിയ ചെറിയ അസുഖങ്ങൾ വരുമ്പോൾ പെട്ടെന്ന് തന്നെ അത് വൈദ്യസഹായം തേടി ഡോക്ടറെ കാണിച്ച് ആ അസുഖം ഭേദപ്പെടുത്താൻ ശ്രദ്ധാപൂർവം ശ്രദ്ധിക്കേണ്ടതാണ്. ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ ആ അസുഖം മൂർച്ഛിച്ച് വലിയൊരു സർജറി പോലുള്ള കാര്യത്തിലേക്കൊക്കെ പോകാൻ സാധ്യതയുള്ള ഒരു സമയം കൂടിയാണ് പൂയ നക്ഷത്രക്കാരെ കുറിച്ച് പറയാനുള്ളത്. വിഷു എന്തായാലും ഇവർക്ക് ശുഭഫലം തരും. വാഹനങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ വാഹനം വാങ്ങാനും പുതിയ വാഹനം എടുക്കാനൊക്കെ ഒരു അവസരമുണ്ട്. സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾ വാങ്ങിക്കുന്നവർക്കൊക്കെ നല്ല സമയം കൂടിയാണ്. നിങ്ങൾ ഈ വാഹനമൊക്കെ വാങ്ങിക്കുമ്പോൾ നല്ലൊരു ദിവസം നോക്കി, നല്ലൊരു അസ്ട്രോളജറെ നോക്കണ്ട് അദ്ദേഹത്തോട് ഒരു മുഹൂർത്തം കുറിച്ചു വാങ്ങിയതിനു ശേഷം മാത്രം ഒരു വാഹനം എടുക്കുക. ചൊവ്വ, ശനി എന്ന ദിവസങ്ങൾ ഒഴിവാക്കിയിട്ട് വേണം ഇത്തരം വാഹനങ്ങൾ സ്വീകരിക്കേണ്ടത്, പുതിയ വാഹനങ്ങൾ വാങ്ങിക്കേണ്ടത്. നിങ്ങളുടെ ദോഷഫലങ്ങളുണ്ട് ധാരാളം. പക്ഷെ ആ ദോഷഫലങ്ങളെല്ലാം പരിഹാരമുണ്ട്. ആ പരിഹാരം ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പൂയ നക്ഷത്രക്കാരെ കുറിച്ച് പറഞ്ഞ ദോഷങ്ങളൊക്കെ നേരത്തെ പറഞ്ഞ മാതിരി മല പോലെ വന്നത് മഞ്ഞ് പോലെ അലിഞ്ഞു പോയിക്കോളും. നിങ്ങൾ ചെയ്യേണ്ട പരിഹാരം, വിഷ്ണു ക്ഷേത്രത്തിൽ പോയി വിഷ്ണു ഭഗവാന് പാൽപായസം, മഞ്ഞപ്പട്ട് സമർപ്പണം, ഭാഗ്യസൂക്തം, കദളിപ്പഴം നിവേദിക്കുക, ഭാഗ്യസൂക്തം കഴിപ്പിക്കുക. ഇതൊക്കെ ഇക്കൂട്ടരെ സംബന്ധിച്ച് വളരെ നല്ല ഭാഗ്യാനുഭവങ്ങൾ കൊണ്ടുവരുന്നതായിരിക്കും. കുടുംബത്തിൽ കലഹം തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ ഇക്കൂട്ടര് ഐക്യമത്യ സൂക്താർച്ചന ചെയ്യുന്നതും വളരെ ഫലപ്രദമായിരിക്കും. കലഹങ്ങളെ കൊഴിഞ്ഞ് സുഖസുന്ദരമായ ഒരു ജീവിതം നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത നക്ഷത്രം ആയില്യമാണ്. ആയില്യ നക്ഷത്രക്കാരെ കുറിച്ച് വ്യാഴം 12-ലേക്ക് വരാൻ പോവുകയാണ്. ശനി 9-ലും ഭാഗ്യസ്ഥാനത്ത് ശനി വരുന്നതോട് കൂടിയിട്ട് ചില ഭാഗ്യങ്ങൾ മെയ് 14 വരെ ചില ഭാഗ്യങ്ങൾ വരുമെങ്കിലും പാവം ഭാഗ്യസ്ഥാനമാണ്. ആ ഭാഗ്യസ്ഥാനത്ത് ഭാഗ്യം തടഞ്ഞു വെക്കുന്ന ഒരു ഗ്രഹം കൂടിയാണ് ശനി. അപ്പൊ നമുക്ക് കിട്ടാനുള്ള ഭാഗ്യങ്ങൾ അത് കുറഞ്ഞു വരും എന്നാ പറയുക. ഇപ്പൊ വ്യാഴം 11-ലുള്ളത് കൊണ്ട് ആ ഭാഗ്യം കിട്ടും. പക്ഷെ വ്യാഴം 12-ലേക്ക് പോകുന്നതോട് കൂടിയിട്ട് ശനിയുടെ ശക്തി കൂടും. അതോടുകൂടി നമ്മുടെ ഭാഗ്യാനുഭവങ്ങൾ കുറഞ്ഞു വരും. എന്ത് ജോലി ശ്രമിച്ചാലും അത് ഒരു മങ്ങലേൽക്കും, നടക്കാൻ സാധ്യത കുറവാണ്. ജോലി മാത്രമല്ല, ബിസിനസ്സിലേക്ക് ഇറങ്ങിയാലും ബിസിനസ് പരാജയപ്പെടാൻ സാധ്യത കൂടുതലാണ്. അതുപോലെ ഏത് ജോലിയിലായാലും എന്തിലായാലും പഠിക്കാൻ വിദ്യാർത്ഥികൾക്കായാലും ഒരു പഠനത്തിനൊന്നും ഒരു ഉന്മേഷവും ഉഷാറും ഇല്ലാതെ വരിക, പഠിച്ചത് മനസ്സിലിരിക്കാതെ വരിക, തൊഴിൽ തടസ്സം വരിക, സാമ്പത്തിക നഷ്ടം വരിക, എന്ത് ബിസിനസ്സിൽ ഇറങ്ങിയാലും അതിൽ നഷ്ടത്തിൽ കലാശിക്കുക, ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ആയില്യം നക്ഷത്രക്കാരെ കുറിച്ച് പറയാൻ ഈ വിഷുഫലത്തിൽ പറയാനുണ്ട്. ആയില്യം നക്ഷത്രക്കാർ ഈ ദോഷകാഠിന്യം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നാഗദേവതകൾക്ക്, നാഗക്ഷേത്രങ്ങളിൽ പോയി നാഗദേവതകൾക്ക് 100 പാലും വഴിപാട് കഴിപ്പിക്കുക. സർപ്പബലി, നാഗപ്പാട്ട്, ഇതൊക്കെ ഇവരുടെ ജീവിതത്തിൽ സർവൈശ്വര്യങ്ങൾ കൊണ്ടുവരും. മഹാദേവനെ
നന്നായി പ്രാർത്ഥിച്ച് പഞ്ചാക്ഷരം കുറഞ്ഞത് 108 ജപിക്കുക. ദോഷങ്ങളെല്ലാം മാറി ആയില്യ നക്ഷത്രക്കാർക്ക് ഭാഗ്യാനുഭവങ്ങളുടെ കാലമായിരിക്കും ഈ വിഷുദിനം. അടുത്തായിട്ട് ചിങ്ങൻ രാശിയാണ്. ചിങ്ങൻ രാശിയിൽ വരുന്ന മകം, പൂരം, ഉത്രം നക്ഷത്രമാണ്. അതിൽ മകനക്ഷത്രക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ വിഷുദിനം മുതൽ അവർക്ക് നഷ്ടങ്ങൾ പലതും ഇല്ലാതാകുന്ന ഒരു കാലഘട്ടമാണ്. ഇതുവരെ പല നഷ്ടങ്ങളും ഉണ്ടായിരുന്നു. സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും നമ്മൾ ധനം വാങ്ങിച്ചും കൊടുത്തും ഒക്കെ നഷ്ടത്തിൽ സംഭവിക്കുക, വസ്ത്രങ്ങൾ നഷ്ടം വരിക, അങ്ങനെ പലതരത്തിലുള്ള നഷ്ടങ്ങളായിരിക്കും ഈ മകനക്ഷത്രക്കാരെ ഇതുവരെ അലട്ടിക്കൊണ്ടിരുന്നത്. മാനസിക പീഡകളൊക്കെ അലട്ടിക്കൊണ്ടിരിക്കുന്ന സമയം കൂടിയായിരുന്നു ഇത്. ഈ വിഷുദിനത്തോട് ബന്ധപ്പെട്ട് ഇവരുടെ നഷ്ടങ്ങൾ പലതും ഇല്ലാതാകും എന്നാണ് വിഷുദിനത്തിൽ കാണുന്നത്. ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കും എന്നാണ് പറഞ്ഞത്. ഇവരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭാഗ്യാനുഭവങ്ങളൊക്കെ വർദ്ധിച്ച് നഷ്ടങ്ങളൊക്കെ പോയി ലാഭത്തിലേക്ക് കുതിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഈ വിഷുദിനം. മകനക്ഷത്രക്കാർക്ക് തൊഴിൽ സംബന്ധമായി മേന്മ ഉണ്ടാവുന്ന ഒരു കാലഘട്ടമാണ് ഈ വിഷുവിൽ പറയാനുള്ളത്. അപ്പൊ വിഷുദിനം എന്തായാലും ഇവർ നന്നായിട്ട് ആഘോഷിക്കുക, സന്തോഷത്തോടെ ആഘോഷിക്കുക. ഇവർക്ക് നല്ല അനുഭവങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. വ്യാഴം 11 വരാൻ പോവുകയാണ്. മെയ് 14 ശേഷം ഇവർക്ക് നല്ല ജീവിതാനുഭവങ്ങൾ ഉണ്ടാവും. ശ്രേഷ്ഠമായ അനുഭവങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാവും. മാത്രമല്ല എല്ലാ മേഖലയിൽ തൊഴിൽ ചെയ്യുന്നവർക്കും മകൻ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ലാഭം നേടാൻ പറ്റിയ സമയമാണ്. ഒരു സാധാരണ ശമ്പളം വാങ്ങിക്കുന്ന ആൾക്കാർക്ക് പോലും ശമ്പള വർധനവിനുണ്ടാവാൻ സാധ്യത. തൊഴിൽ മേഖല പുഷ്ടിപ്പെടുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. അതുപോലെ കൃഷിക്കാരെ സംബന്ധിച്ച് ഇത് ഒരു ലാഭത്തിന്റെ വർഷം കൂടിയാണ്. തുടക്കം വിഷുദിനം മുതൽ ഇവർക്ക് ലാഭത്തിന്റെ വർഷം കൂടിയാണ്. മകനക്ഷത്രക്കാരുടെ കാര്യം എടുത്തു പറഞ്ഞാൽ വിദ്യാർത്ഥികൾക്കെല്ലാം പഠനത്തിന് ഉന്മേഷവും ഉഷാറും പഠിച്ചത് ഓർമ്മയിൽ നിൽക്കാനും ഒക്കെ പറ്റിയൊരു സമയമാണ് മേടം മാസത്തോട് കൂടിയിട്ട് വരാൻ പോകുന്നത്. അനുഭവങ്ങൾ വർദ്ധിച്ച് ഭഗവാന്റെ കടാക്ഷം ഇവരിൽ പൂർണ്ണമായിട്ടും ചൊരിയുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. കൂടുതലൊന്നും എടുത്തു പറയേണ്ട ആവശ്യമില്ല. എല്ലാ തരത്തിലും ഇവരെ ഭാഗ്യം വന്ന് ചേരും തന്നെ പറയാം. ഇവരുടെ പരിഹാരങ്ങൾ ഒക്കെ ചെയ്ത് മുന്നോട്ട് പോയാൽ ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിച്ച് ചില ദോഷങ്ങൾ ഉണ്ടെങ്കിലും അതില്ലാതാവുകയും ചെയ്യും. പരിഹാരങ്ങൾ ചെയ്യേണ്ടത് വേട്ടേക്കരൻ ക്ഷേത്രത്തിൽ പോയി വേട്ടേക്കരന് പ്രിയപ്പെട്ട ചില വഴിപാടുകളുണ്ട്, അത് ചെയ്യുക. ഗണപതിക്ക് നാളികേരം എറിയുക. അപ്പം, മോദകം തുടങ്ങിയ വഴിപാടുകൾ നടത്തുക. തമിഴ്നാട്ടിലുള്ളവർ കറുപ്പ് സ്വാമിക്ക് വഴിപാടുകൾ ചെയ്യുന്നത് നന്നായിരിക്കും. അതുപോലെ കാലഭൈരവ സ്വാമിക്കും കറുപ്പ് സ്വാമിക്കും വഴിപാടുകൾ ചെയ്ത് ഇവർ മുന്നോട്ട് പോയാൽ ഒരു ദോഷവും ഇവരകറ്റാതെ നല്ല ഭാഗ്യാനുഭവങ്ങൾ ഇവർക്കുണ്ടായിരിക്കും. അടുത്തായിട്ട് പൂരം നക്ഷത്രമാണ്. പൂരം നക്ഷത്രക്കാർക്ക് നല്ല സമയമാണ്. വിഷുദിനം മുതൽ നല്ല സമയം. തൊഴിൽപരമായി നല്ല നേട്ടങ്ങളുള്ള സമയമാണ്. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കൊക്കെ ശമ്പള വർധനവും പുതിയ തൊഴിൽ തേടാനും പുതിയ തൊഴിൽ തേടി വരുമാന മാർഗം കൂട്ടാനും ഡ്രൈവർമാരൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് വണ്ടികൾ കൈകാര്യം ചെയ്യേണ്ടതാണ്. വാഹനം വിൽക്കുന്നവരും വാങ്ങുന്നവരും സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട സമയമാണ് പൂരം നക്ഷത്രക്കാരെ സംബന്ധിച്ച്. സാധാരണ പൊതുമേഖലാ സ്ഥാപനങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവർ ജോലിയിൽ ഉയർച്ച, ശമ്പള വർധനവ്, കൊടുക്കൽ വാങ്ങലൊക്കെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക. മറ്റുള്ളവർക്ക് നമ്മൾ സാമ്പത്തിക ഇടപാട് നടത്തുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. കൊടുത്ത പൈസ തിരിച്ചു കിട്ടാതെ വരും നിങ്ങൾക്ക്. അപ്പോൾ ധനനഷ്ടം ഉണ്ടാവും എന്നർത്ഥം. അത് വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ്. അതുപോലെ വിദ്യാർത്ഥികൾക്ക് നല്ലൊരു സമയം കൂടിയാണ്. പഠിക്കാൻ ഏറ്റവും നല്ല അനുയോജ്യമായ സമയമാണ് പൂരം നക്ഷത്രക്കാരെ കുറിച്ച് പറയാനുള്ളത്. IT മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ ഒരു സ്ഥിതിയാണ്
വിഷു വരുന്നതോട് കൂടിയിട്ട്. നക്ഷത്രക്കാരെ കുറിച്ച് പറയാൻ, പൂരത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് പുതിയ തൊഴിലൊക്കെ തേടി നോക്കുന്നവർക്ക് ആ ജോലി കിട്ടാനൊക്കെ സാധ്യത കൂടുതലാണ്. കുടുംബജീവിതം നയിക്കുന്നവർക്ക് സമാധാനമായ ഒരു ജീവിതം ഉണ്ടാവും. കേസ് വഴക്കുകളൊക്കെ കൂടി ഡൈവേഴ്സിന്റെ പക്കത്തൊക്കെ എത്തി നിൽക്കുന്നവർക്ക് അത് ഒത്തുതീർപ്പിലേക്കൊക്കെ വരാനും അവര് വീണ്ടും ഒന്നിച്ച് ജീവിക്കാനൊക്കെ ഉള്ള ഒരു അവസരം കൂടിയാണ്. വിവാഹം ഈ സമയത്ത് നോക്കുന്നവർക്ക് അല്ലെങ്കിൽ മുടങ്ങിക്കിടക്കുന്നവർക്ക് വിവാഹം നടക്കാനുള്ള സാധ്യത കൂടുതലാണ്. മുടങ്ങിക്കിടന്നവരുടെ വിവാഹം എന്തായാലും തീർച്ചയായും നടക്കും. വർഷങ്ങളോളം പ്രണയിച്ച് വിവാഹത്തിലേക്ക് എത്താൻ കഴിയാതെ നിൽക്കുന്നവർക്ക് ഈ വിഷുവിന് ശേഷം അവര് ഒന്നു ചേരേണ്ട ഒരു സമയം കൂടിയാണ്. എന്തായാലും പൂര നക്ഷത്രക്കാർ കുറച്ച് വഴിപാടുകളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയാൽ നേരത്തെ പറഞ്ഞ ദോഷങ്ങളൊക്കെ കുറഞ്ഞ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം അഭിഷ്ടസിദ്ധി ഉണ്ടാവും. നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ മുന്നേ നടന്നു കിട്ടും. ശാസ്താവിന്റെ അയ്യപ്പന്റെ അമ്പലത്തിൽ പോയി, ക്ഷേത്രത്തിൽ പോയി വിളക്ക്, മാല, പുഷ്പാഞ്ജലി, എള്ളുതിരി, ശനിയാഴ്ചയോ ബുധനാഴ്ചയോ നീരാഞ്ജനം പോലുള്ള വഴിപാടുകൾ കഴിക്കുക. ചില ക്ഷേത്രങ്ങളിൽ എള്ളുപായസം കഴിപ്പിക്കാറുണ്ട്. അതും ഇവർക്ക് സാധിക്കുമെങ്കിൽ അത് കഴിക്കുക. അതുപോലെ ശിവക്ഷേത്രത്തിൽ ഉമാമഹേശ്വര പൂജ, അത് ഒരുപാട് വർഷം സ്നേഹിച്ച് വിവാഹം നടക്കാത്തവർക്ക്, അതുപോലെ ഭാര്യ ഭർത്തൃ ഐക്യമില്ലാതെ വരുന്നവർക്ക്, ഒരു സ്വരച്ചേർച്ചയുമില്ല, എപ്പോഴും വഴക്കും ആയിട്ട് മുന്നോട്ട് പോകുന്ന ഭാര്യ ഭർത്താക്കന്മാരൊക്കെ ശിവക്ഷേത്രത്തിൽ ഉമാമഹേശ്വര പൂജ ചെയ്ത് മുന്നോട്ട് പോകുക. അപ്പോൾ ഇവരുടെ പ്രശ്നങ്ങളൊക്കെ തീർന്ന് വിവാഹം കഴിക്കാതെ നിൽക്കുന്നവർക്ക് വിവാഹത്തിലേക്ക് എത്താനും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. അടുത്തതായിട്ട് ഉത്ര നക്ഷത്രക്കാരാണ്. ഉത്ര നക്ഷത്രക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ വിഷുഫലം ഒരു സമ്മിശ്ര ഫലമാണ്. ഗുണവും ദോഷവും ഒരേപോലെ ഇടകലർന്ന് മാറി മാറി വരുവർ. എപ്പോഴും ചില ചെറിയ അസുഖങ്ങൾ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഇക്കൂട്ടര് മാനസികമായി എപ്പോഴും വേവലാതി പെട്ടുകൊണ്ടിരിക്കും. എപ്പോഴും ചെറിയ കാര്യങ്ങൾക്ക് ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇക്കൂട്ടരുടെ സ്വഭാവം. കാരണം ചെറിയൊരു അസുഖം വന്നാൽ എനിക്ക് വലിയ അസുഖം ഉണ്ടോ, അതിന് എന്താവും, ഓപ്പറേഷൻ വേണ്ടി വരുമോ, സ്കാൻ ചെയ്യണോ, MRI ചെയ്യണോ, ഇങ്ങനെ പല ചിന്തകളായിരിക്കും ഇവരെ മനസ്സിലുണ്ടാവുക. അപ്പൊ സത്യത്തിൽ ഇവർക്ക് കാര്യമായിട്ട് അസുഖമൊന്നും ഉണ്ടാവില്ല. അപ്പൊ അത്തരം ചിന്തകളൊക്കെ ഒഴിവാക്കി ഇവർ മുന്നോട്ട് പോകേണ്ടതാണ്. അത് അനാവശ്യമായ ചിന്തകൾ നമ്മളെ ആ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കും എന്ന് പറയുക. അപ്പോൾ അതില്ലാതെ മുന്നോട്ട് പോകുക. സാമ്പത്തികമായിട്ട് ഇവർക്ക് നല്ല ഉയർച്ചയുള്ള സമയം കൂടിയാണ്. അതുപോലെ തൊഴിലൊക്കെ ചെയ്യുന്നവർക്ക് അത് മേന്മ ഉണ്ടാവും. തൊഴിലിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നല്ലതാണ്, നല്ല സമയമാണ്. പഠിക്കാനൊക്കെ നന്നായി പഠിച്ചതൊക്കെ മനസ്സിൽ നിൽക്കാനൊക്കെ ഉള്ള ഒരു സമയം കൂടിയാണ്. ചില കാര്യങ്ങളിൽ ഒരു ആലസ്യത ഉണ്ടാവുക, മോഹാലസ്യം പോലെ ചില കാര്യങ്ങൾ ചിലർക്കുണ്ടാവാം. അതൊന്നും കാര്യമാക്കാണ്ട് മുന്നോട്ട് പോവുക. ഉത്തര നക്ഷത്രക്കാരെ സംബന്ധിച്ച് കൃഷിക്കാരൊക്കെ ഉണ്ടെങ്കിൽ കൃഷി നല്ല രീതിയിൽ നടക്കാൻ സാധ്യതയുള്ള സമയമാണ്. കൃഷിയിൽ ലാഭമൊക്കെ കിട്ടും. നഷ്ടമൊന്നും അങ്ങനെ വരാതെ ലാഭത്തിലേക്ക് പോവാൻ കൂടി പറ്റിയ സമയമാണ് വിഷു. അപ്പോൾ ലാഭങ്ങളും നഷ്ടങ്ങളും എല്ലാം ഇടകലർന്ന് വരുന്ന ഒരു സമയമാണെന്ന് പറഞ്ഞു ഉത്തര നക്ഷത്രക്കാരെ കുറിച്ച്. ഭാഗ്യാനുഭവങ്ങൾ വന്നും പോയും ഇരിക്കുന്ന കാലഘട്ടമാണ്. അപ്പൊ അതുകൊണ്ട് ഭാഗ്യാനുഭവങ്ങൾ വരുന്ന സമയത്ത് സന്തോഷിച്ചും ഭാഗ്യാനുഭവങ്ങൾ പോകുന്ന സമയത്ത് വിഷമിച്ചും ഇരിക്കാതെ കൃത്യമായ പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയാൽ നിർഭാഗ്യങ്ങൾ ഭാഗ്യമായി വരികയും ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കുകയും ചെയ്യും. നിങ്ങളെ സംബന്ധിച്ച് ഉത്തര നക്ഷത്രക്കാര് പരിഹാരമായി ചെയ്യേണ്ടത് അയ്യപ്പ ക്ഷേത്രത്തിൽ പോയി അയ്യപ്പ സ്വാമിക്ക് നീരാഞ്ജനം വഴിപാട് കഴിപ്പിക്കുക. അതുപോലെ തന്നെ വിളക്ക്, മാല, പുഷ്പാഞ്ജലി കഴിപ്പിക്കുന്നത് നന്നായിരിക്കും. ഹനുമാൻ സ്വാമിക്ക് ചെയ്യേണ്ട വഴിപാട് വെറ്റിലമാല, വടമാല, അവിൽ നിവേദ്യം തുടങ്ങിയവയും ചെയ്യുന്നത് ഇക്കൂട്ടർക്ക് ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കും. അടുത്ത കന്നി രാശിയാണ്. അത്തം ചിത്തിരയാണ്.
അത്തം നക്ഷത്രക്കാർക്ക് ഈ വിഷു ദിനം ഏറ്റവും ശുഭകരമാണ്. വിദ്യാർത്ഥികൾക്ക് കുറച്ച് മോശമായ ഒരു സമയം കൂടിയാണ് കാണുന്നത്. ബാക്കിയുള്ള എല്ലാ ആൾക്കാർക്കും, അത്തം നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാർക്ക് വിഷു ശുഭദായകം തന്നെയാണ്. സാമ്പത്തികമായിട്ട് ധാരാളം പണം ഒഴുകിയെത്താൻ പല വഴികളിലൂടെ, നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും കൂടുതൽ വഴികളിലൂടെ കൈകളിലേക്ക് ധനലാഭം ഉണ്ടാവാൻ സാധ്യതയുള്ള സമയമാണ്. വസ്തു വാങ്ങുന്നതിനും വിൽക്കുന്നതിനും ഒക്കെ തടസ്സങ്ങൾ നീങ്ങി മുന്നോട്ട് പോകാൻ കഴിയുന്നതാണ്. ഗവൺമെന്റ് തലത്തിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. ബിസിനസ് മേഖലയിലും പുരോഗതി ഉണ്ടാവുന്ന കാലമാണ്. വിദ്യാർത്ഥികൾക്കും പഠനത്തിൽ കുറച്ച് പിന്നോക്കം പോകുന്നതായിരിക്കും. അതിന് നമുക്ക് തക്കതായ പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയാൽ അത് ഒരു ബുദ്ധിമുട്ടായിട്ട് അനുഭവപ്പെടുകയില്ല. വിവാഹത്തിനൊക്കെ ശ്രമിക്കുന്നവർക്ക് ചില കാലതാമസങ്ങൾ വേണ്ടി വരും. പെട്ടെന്ന് നടക്കാതെ വരിക വിവാഹം. ആലോചനകൾ, പെൺകുട്ടികളെ സംബന്ധിച്ച് ആലോചനകൾ വന്നു പോകും. പക്ഷെ ഇന്ന് വരാം നാളെ വരാം എന്ന് പറഞ്ഞു പോകുന്നതല്ലാണ്ട് വിവാഹം പെട്ടെന്ന് നടക്കാതിരിക്കുക. നടന്നാൽ തന്നെ നല്ല രീതിയിൽ അത് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ട് വന്ന് കേസ് വഴക്കുകളൊക്കെ വന്ന് ഡൈവേഴ്സിന്റെ വക്കത്തിലേക്ക് എത്തുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഈ സമയം. അപ്പം അതുകൊണ്ട് വിവാഹത്തിനൊക്കെ ഇറങ്ങുന്നവർ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യേണ്ടതാണ് ആ വിഷയം. വിവാഹത്തിനൊക്കെ തീരുമാനിച്ച് അടുത്തന്നെ വിവാഹം കഴിക്കാൻ തയ്യാറായിരിക്കുന്നവർ എന്ത് ചെയ്യണം? കൃത്യമായ വഴിപാടുകൾ ഫോളോ അപ്പ് ചെയ്ത് മുന്നോട്ട് പോകേണ്ടതാണ്. അങ്ങനെ പോകുമ്പോൾ നേരത്തെ പറഞ്ഞ ഈ ദോഷങ്ങൾ നിങ്ങളെ അലട്ടാതെ സുഖമായൊരു ദാമ്പത്യ ജീവിതം നിങ്ങൾക്കുണ്ടാവും. ഇല്ലാതെ വരുമ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ രൂക്ഷമായി വന്ന് നിങ്ങളുടെ ജീവിതത്തിനെ ബാധിച്ച് അത് ഭാര്യ ഭർത്തൃ കലഹത്തിലൊക്കെ ചെന്നെത്തി അവസാനം കോടതി മുറ്റത്ത് എത്തേണ്ട അവസ്ഥ ഉണ്ടാവും. അതില്ലാതെ നോക്കാൻ വേണ്ടിയാണ് ഈ വഴിപാടുകളൊക്കെ പറഞ്ഞത്. കൃഷിക്കാരെ സംബന്ധിച്ച് ഈ വിഷു നല്ല നേട്ടം തന്നെയാണ് ഉണ്ടാവുക. IT മേഖലയിലും ഗവൺമെന്റ് തലത്തിലൊക്കെ ജോലി ചെയ്യുന്നവർക്കൊക്കെ നല്ല കാലമാണ്. പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മോശമാണെന്ന് പറഞ്ഞു, പക്ഷെ ഉപരിപഠനത്തിന് ശ്രമിക്കുന്നവർക്ക് ഒരു നല്ല കാര്യമാണ്. നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റും. ഉപരിപഠനമൊക്കെ നന്നായി നടക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് ശ്രദ്ധിക്കേണ്ടത്. അവർക്കാണ് വഴിപാടുകളൊക്കെ ചെയ്ത് മുന്നോട്ട് പോയി പഠനം നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സഹായിക്കുക. വഴിപാടുകളിലൂടെ സാധ്യമാകുന്നതാണ്. അത്തം നക്ഷത്രക്കാരെ സംബന്ധിച്ച് അടുത്തായിട്ട് ഈ ദോഷങ്ങൾക്കുള്ള പരിഹാരം പറയാം. പഠനത്തിൽ മോശമാകുന്ന വിദ്യാർത്ഥികൾക്ക് ഉള്ള പരിഹാരം, ദക്ഷിണാമൂർത്തി ക്ഷേത്രത്തിൽ പോയി വിദ്യ തടസ്സം നീങ്ങുന്നതിനുള്ള പരിഹാരങ്ങൾ ചെയ്ത് ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല, വടമാല, അവിൽ കുഴച്ചത്, ഇത്തരം കാര്യങ്ങൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ചെയ്യേണ്ടതാണ്. കഴിയുമെങ്കിൽ ഒരു സരസ്വതി യന്ത്രം ഏലസായി ധരിപ്പിക്കുക കുട്ടികളെ. അപ്പൊ ഈ ദോഷങ്ങൾ നീങ്ങി പഠനത്തിൽ ഒരു പുരോഗതിയും നല്ല ഗ്രേഡോടുകൂടി പഠിച്ചു മുന്നേറാൻ ഈ കുട്ടികൾക്ക് കഴിയും. നമ്മൾ കുട്ടികളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. എന്തുകൊണ്ടാണ് അവർ പഠിക്കാത്തതെന്ന് നമ്മൾ ശ്രദ്ധിക്കണം. മറ്റുള്ള വീട്ടിലെ കുട്ടിയെ കണ്ടിട്ട് എൻ്റെ മോൻ വളരെ മോശമാണ്, അല്ലെ മോൾ മോശമാണ് പഠനത്തിൽ, നീ ആ കുട്ടിയെ കണ്ട് പഠിക്കുക, നമ്മൾ ഒരിക്കലും കുട്ടികളെ കുറ്റപ്പെടുത്തരുത്. കുട്ടികൾ പഠിക്കാണ്ടിരിക്കാൻ പല കാരണങ്ങളുണ്ട്. പഠിച്ചത് മനസ്സിൽ നിൽക്കാണ്ട് വരുന്ന ചില ബുദ്ധിമുട്ടുകളുണ്ട്. എല്ലാം പഠിക്കുന്ന കുട്ടികൾ പരീക്ഷ എഴുതുന്ന സമയത്ത് ഒന്നും മനസ്സിൽ നിൽക്കാതെ അവസാനം പരീക്ഷയിൽ പരാജയപ്പെടുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട്. അപ്പൊ ഇത്തരക്കാര് ശ്രദ്ധിക്കാത്തൊരു കാര്യമുണ്ട്. ആ കുട്ടികൾക്ക് കൃത്യമായ ചില ക്ഷേത്ര വഴിപാടുകൾ ചെയ്ത്, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ സരസ്വതി യന്ത്രമോ രാജഗോപാല യന്ത്രമോ
വിദ്യാരാജോപപാല യന്ത്രം, ഇങ്ങനെയുള്ള യന്ത്രങ്ങൾ ധരിച്ച് ഇട്ടാ കുട്ടികളെ പഠനത്തിലേക്ക് വിട്ടു നോക്കൂ. തീർച്ചയായിട്ടും നിങ്ങളെ കുട്ടിക്ക് പഠനത്തിൽ പുരോഗതി ഉണ്ടാവും, നല്ല ഗ്രേഡ് വാങ്ങി ജയിക്കാൻ കഴിയും. നല്ലൊരു ആചാര്യനെ കൊണ്ട് ഈ പറഞ്ഞ 2 യന്ത്രങ്ങളിൽ ഏതെങ്കിലും ഒന്ന് എഴുതി കുട്ടിയെ ധരിപ്പിക്കുക. അതുപോലെ വലിയവർക്കുള്ള പരിഹാരം ഭദ്രകാളി ക്ഷേത്രത്തിൽ കഠിന പായസം വഴിപാടായി കഴിപ്പിക്കുക. അതുപോലെ 7 രക്തപുഷ്പാഞ്ജലി 7 ദിവസം ചെയ്യുക. ചുവന്ന പട്ട് താലിയൊക്കെ ദേവിക്ക് സമർപ്പിക്കുന്നത് ഏറെ ഗുണകരമാണ്. അതുപോലെ ദേവിക്ക് മറ്റു ഇഷ്ടപ്പെട്ട വഴിപാടുകളും കഴിക്കുന്നത് വളരെ നന്നായിരിക്കും ഈ കൂട്ടർ. അടുത്തായിട്ട് ചിത്തിര നക്ഷത്രമാണ്. ചിത്തിര നക്ഷത്രക്കാരെ ആദ്യം പറയുകയാണെങ്കിൽ ഇവർക്ക് ഇപ്രാവശ്യം ആദ്യം ധനനഷ്ടം സംഭവിക്കാൻ സാധ്യത കൂടുതലാണ്. എപ്പോഴും സാമ്പത്തിക ഇടപാട് നടത്തുമ്പോൾ, ചെറിയ സാമ്പത്തിക ഇടപാടായാലും വലിയ സാമ്പത്തിക ഇടപാടായാലും ചിത്തിര നക്ഷത്രക്കാര് വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യണം. ഇവർ ഒരാളിൽ നിന്നും വാങ്ങി മറ്റൊരാൾക്ക് സഹായിക്കുന്ന ഒരു മനോഭാവം ഉണ്ടാവും ഇവർക്ക്. അത്തരം ആ മനോഭാവം താൽക്കാലികമായിട്ട് മാറ്റിവെക്കേണ്ടതാണ്. അത് ചെയ്തില്ല എങ്കിൽ നിങ്ങൾ വലിയൊരു നഷ്ടത്തിലേക്ക് പോകും. കാരണം തൽക്കാലം നിങ്ങൾ മറ്റൊരാൾക്ക് സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരാളിൽ നിന്നും താൽക്കാലികമായി ധനം വാങ്ങിച്ച് മറ്റൊരാൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ ഈ ചീത്തപ്പേരും പ്രശ്നങ്ങളും നിങ്ങളായിരിക്കും അതിന് ഉത്തരവാദികളായി മാറുക. എല്ലാ കുറ്റങ്ങളും കുറവുകളും നിങ്ങളുടെ മേൽ ചാർത്ത് വരും. കാരണം നിങ്ങൾ കൊടുത്ത ധനം നിങ്ങൾക്ക് നഷ്ടമാവും, അത് കിട്ടാതെ വരും. അവസാനം ഇവരുമായിട്ട് വഴക്കും പ്രശ്നങ്ങളുമായിട്ട് മുന്നോട്ട് പോകേണ്ട ഒരു സമയം കൂടിയാണ്. അതുകൊണ്ട് അത്തരം കൊടുക്കൽ വാങ്ങലൊക്കെ ചിത്തിര നക്ഷത്രക്കാർ ശ്രദ്ധിച്ച് ചെയ്യണം. അതുപോലെ വേണ്ടപ്പെട്ടവരുടെ വിയോഗം, ചില മരണദുഃഖങ്ങൾ വേണ്ടപ്പെട്ടവരിൽ ഉണ്ടാകുക, അതുമൂലം മാനസികമായിട്ടും ശാരീരികമായിട്ടും വിഷമിക്കുന്ന ഒരവസ്ഥ ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ ശാരീരിക അസ്വസ്ഥതകൾ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ചിത്ര നക്ഷത്രക്കാരെ കുറിച്ച് പറയുമ്പോൾ പറയാനുള്ളത്. എങ്കിലും തൊഴിൽപരമായൊക്കെ ഇവർക്ക് നല്ല മുന്നേറ്റം ഉണ്ടാവും, സാമ്പത്തികമായി എല്ലാ ലാഭങ്ങൾ ഉണ്ടാവും. പക്ഷെ ഇവിടെ കൊടുക്കൽ വാങ്ങൽ എപ്പോഴും ശ്രദ്ധിച്ചിട്ട് മുന്നോട്ട് കൈകാര്യം ചെയ്യണം, അല്ലെങ്കിൽ നഷ്ടത്തിൽ കലാശിക്കും. നിങ്ങൾ അന്തിയോളം വെള്ളം കോരി ലാസ്റ്റ് കുടമിട്ട് ഉടയ്ക്കുന്ന അവസ്ഥ ഉണ്ടാവും. നിങ്ങൾ പോകാതെ തന്നെ നിങ്ങൾക്ക് ചീത്തപ്പേര് കേൾക്കേണ്ട അവസ്ഥ ഉണ്ടാവുക. മറ്റൊരാളോടത്ത് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ള ഒരാളെ കുറിച്ച് നമ്മൾ പറയാതിരിക്കുക. ഈ നിങ്ങൾ പറഞ്ഞ ആള്, അത് കേട്ട ആള് നേരെ പോയി അയാളടുത്ത് ഒറ്റ കൊടുക്കുന്ന ഒരു രീതിയൊക്കെ ഉണ്ടാവും. അങ്ങനെ ഉണ്ടായാൽ അതിന് ഉത്തരവാദി നിങ്ങളായിരിക്കും. അതുകൊണ്ട് ചീത്തപ്പേരും മാനഹാനിയും ധനനഷ്ടവും എല്ലാം ഒത്തുചേർന്ന ഒരു സമയം കൂടിയാണ് ചിത്തിര നക്ഷത്രക്കാരെ കുറിച്ച് പറയാനുള്ളത്. കൃഷിക്കാരെ സംബന്ധിച്ച് കൃഷിയിലൊക്കെ വിളവിലൊക്കെ ചില നാശങ്ങൾ സംഭവിക്കാൻ സാധ്യതയുള്ളൊരു കാലഘട്ടം കൂടിയാണ്. അപ്പൊ കൃഷി ചെയ്യുമ്പോഴൊക്കെ വളരെ ശ്രദ്ധിച്ചിട്ട് വിളവിറക്കുക, വെള്ളം കിട്ടാനൊക്കെ ബുദ്ധിമുട്ട് വരിക, അങ്ങനെയൊക്കെ വരുമ്പോൾ കൃഷി നശിക്കാൻ സാധ്യത കൂടുതലാണ്. ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം ഇത്തരം കാര്യങ്ങളൊക്കെ. അതുപോലെ തൊഴിൽ മേഖലകളിലൊക്കെ IT മേഖല പോലുള്ള തൊഴിൽ അവസരങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവർ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. മേലുദ്യോഗസ്ഥരുമായിട്ടൊക്കെ നല്ല രീതിയിൽ സമ്പർക്കം പുലർത്തി പോവുക. ബിസിനസ്സുകാർ വളരെയധികം ശ്രദ്ധിക്കുക. സാമ്പത്തികമായ ഇടപാട് നടത്തുമ്പോൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക. ബിസിനസ്സിൽ ലോസ് വരാൻ ഇടയുണ്ട്, ശ്രദ്ധിച്ചു പോയാൽ അത് തടഞ്ഞു നിർത്താം നമുക്ക്. അതുപോലെ വിദ്യാർത്ഥികളൊക്കെ പഠനത്തിൽ മുന്നേറി പോകാൻ സാധ്യതയുണ്ട്. ഉപരിപഠനത്തിന് ശ്രമിക്കുന്നവർക്ക് ഈ വിഷുക്കാലം നല്ലൊരു കാലമായി മാറും. അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലേക്കൊക്കെ പോകാനും വിദേശങ്ങളിലേക്ക്, മറ്റുള്ള വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ പോകാനൊക്കെ ഒരു സാധ്യത കാണുന്നുണ്ട്. അവിടെ പോയി ജോലി ചെയ്യുന്നവർക്കും മെച്ചപ്പെട്ട അനുഭവം തന്നെയായിരിക്കും. പക്ഷെ ഇക്കൂട്ടർ സാമ്പത്തിക ഇടപാട് നടത്തുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. അല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തികം നഷ്ടപ്പെട്ട്
സത്യത്തിൽ ദരിദ്രനായി മാറേണ്ട ഒരു കാലഘട്ടം കൂടിയാവും. അതുകൊണ്ട് തന്നെ ഇനി പറയുന്ന പരിഹാരങ്ങൾ ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോയാൽ ഈ മല പോലെ വന്നതൊക്കെ താനേ മഞ്ഞ് പോലെ ഉരുകിപ്പോയിക്കോളും. അതിന് ഭഗവാൻ നിങ്ങളെ സഹായിക്കും. നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ നിങ്ങൾ ചെയ്യേണ്ട വഴിപാട് സ്വാമിക്ക് പാൽപ്പായസം കഴിപ്പിക്കുക, അതുപോലെ പാനകം വഴിപാട് കഴിപ്പിക്കുക. ധന്വന്തരി ക്ഷേത്രത്തിൽ ധന്വന്തരി ഹോമം കഴിപ്പിക്കുക, ധന്വന്തരി പൂജ. അതുപോലെ വിഷ്ണു ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്തം പതിവായി മുടങ്ങാതെ കഴിക്കുക, ഐക്യമത്യ സൂക്തം ഇതും മുടങ്ങാതെ കഴിക്കുക. ഈ ഭാഗ്യസൂക്തവും ഐക്യമത്യ സൂക്തവും നിങ്ങൾ തുടർച്ചയായി കഴിച്ചാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഈ ദോഷങ്ങളൊക്കെ മാറി അത്ര ദോഷങ്ങളൊന്നും ഇല്ലാതെ സുഖമായ ഒരു ജീവിതം നയിച്ച് ഈ വർഷം പോവാൻ ഭഗവാൻ സഹായിക്കട്ടെ. ഓം നമോ നാരായണായ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. അതുപടിയായിട്ട് പറയാനുള്ളത്, ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ വേണ്ടപ്പെട്ട ഇതിനോട് താല്പര്യമുള്ള സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. നിങ്ങൾക്ക് എന്തെങ്കിലും ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾക്കോ മറ്റു കാര്യങ്ങൾക്കോ നിങ്ങൾക്ക് ആവശ്യമായി വരികയാണെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. കോൺടാക്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക്. അതുപോലെ നിങ്ങളുടെ ജാതകം ഒന്ന് പരിശോധിക്കണമെന്നുണ്ട് ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ ജാതകത്തിൻ്റെ ഫ്രണ്ട് കോപ്പി അയച്ചു തന്നാൽ ഞാനത് നോക്കി ദോഷങ്ങളുണ്ടെങ്കിൽ അത് പരിഹാരം ചെയ്യാനുള്ള കാര്യങ്ങളും പറഞ്ഞു തരുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം. പുതിയൊരു എപ്പിസോഡിൽ കാണുന്നവരെ.